Welcome to the channel Swasta Foods. ഹായ് എവരിവൺ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൂരി മസാലയാണ്. വളരെ ടേസ്റ്റി ആയിട്ടും ഡെലീഷ്യസ് ആയിട്ടുള്ള പൂരി മസാല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പൂരി മസാല ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഞാനിവിടെ 4 പൊട്ടറ്റോസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് പൊട്ടറ്റോ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കീറിയിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. കുക്കറിൽ ഞാൻ 4 പൊട്ടറ്റോ ഇട്ടിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നിടം വരെ വന്നിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ പൊട്ടറ്റോ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി എടുക്കാം. ഇപ്പം ഞാൻ പൊട്ടറ്റോ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി ഇങ്ങനെ എടുക്കാവുന്നതാണ്. പൊട്ടറ്റോ നിങ്ങൾക്ക് ഞാനിവിടെ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് വേറെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആവശ്യമാണെന്ന് നോക്കാം. ഒരു വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു കറിവേപ്പ്, പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒന്ന് ഇങ്ങനെ വലുതായിട്ട് ചോപ്പ് ചെയ്ത്, പിന്നെ ഫൈനലി ചോപ്ഡ് കൊറിയാണ്ടർ ലീവ്സ് കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെക്കുക. പാൻ വെച്ചിട്ട് പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് ചെറുതായിട്ട് പൊട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ടൊരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ തൂർ ദാൽ. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ജസ്റ്റ് ഒരു ബ്രൗൺ ലൈറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി, കരിഞ്ഞു പോകില്ല. പിന്നെ കറിവേപ്പ് ഇട്ട് ജിഞ്ചർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഇടാം. ഇനി ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു നല്ല പിങ്ക് കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റുക. ഇപ്പം നിങ്ങൾക്ക് കാണാം നല്ല പിങ്ക് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മാഷ്ഡ് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനോട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കൊരു 5 മിനിറ്റ്സ് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇപ്പം നമ്മുടെ പൂരി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട് കുറച്ച് ചോപ്ഡ് കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പൂരി മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇത് പൂരിയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ഈവൻ ദോശയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായിട്ടുള്ള വീഡിയോയുടെ എല്ലാം വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാവുന്ന ഡിഷസിൻ്റെ എല്ലാം റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.